ദി ആരോസിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായാണ് ദി ആരോസ് നിങ്ങളുടെ മുന്നിലെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ നമ്മൾ 10 മണ്ഡലങ്ങളിലെ ജനാഭിപ്രായങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് മലപ്പുറം ജില്ലയിലൂടെയാണ്. ഇനി നമുക്ക് തിരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. ഏകദേശം 7 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 7 ദിവസത്തിനുള്ളിൽ ശേഷിക്കുന്ന 10 മണ്ഡലങ്ങളിലെയും വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. ശ്രീ ഹലാൽ, നമ്മളിന്ന് മലപ്പുറം ജില്ലയിലെ പൊന്നാനി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പം മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്കാലവും UDF അനുകൂലമായി ഒരു വിധിയെഴുത്ത് നടത്തിയിട്ടുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. ഈ 2 മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഈ 10 മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ചപ്പോൾ നമുക്ക് അനുഭവപ്പെട്ട ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ LDF അനുകൂലമായ ഒരു അടിയൊഴുക്ക് ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് മലപ്പുറം ജില്ലയിൽ ഈ അടിയൊഴുക്ക് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഈ ഇലക്ഷനിൽ ശ്രീ ലാലു പറഞ്ഞതുപോലെ നമ്മളൊരു സമാനത വരികയാണ്. 2004 ഇലക്ഷനുമായി യോജിച്ച രീതിയിലാണ് ജനം നീങ്ങുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം പാർലമെൻറ്റിനകത്ത് വളരെ പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞ 2019 ലോക്സഭാ ഇലക്ഷനിൽ UDFനെയും വിശിഷ്യ കോൺഗ്രസിൻ്റെ ആളുകൾ കൂടുതൽ വന്നാലേ ഒരു ബദൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയൂ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം എന്ന ആഗ്രഹത്തിൽ കേരളത്തിലെ ജനം ഒന്നിച്ച് വോട്ട് ചെയ്യുന്നൊരവസ്ഥയാണ് വന്നത്. പക്ഷേ 2004 അതായിരുന്നില്ല. 2004 കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ PC തോമസും അതോടൊപ്പം തന്നെ അന്ന് ജയിച്ചു വന്നതെന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ ഒരു ആളുമാണ് ജയിച്ചു വന്നത്, മണ്ഡലത്തിലാണ് ജയിച്ചു വന്നത്. അന്ന് ലീഗിനൊരു സീറ്റ്, PC തോമസിൻ്റെ സീറ്റ് എന്ന നിലയിലാണ് വന്നത്. ബാക്കി മുഴുവൻ സീറ്റും LDFിലേക്ക് വരിക ചെയ്തത്. ആ 2004 സമാനമായൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളം മാറുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയും. കാരണം 2019 ഇവിടെ നിന്ന് ജയിച്ചു പോയവരൊക്കെ തന്നെ പാർലമെൻറ്റിനകത്തെടുത്ത സമീപനം പ്രതീക്ഷയോടുകൂടി വിട്ടത് BJP എതിർക്കാൻ ശക്തമായൊരു ബ്ലോക്കിനെയാണ് വിട്ടത്. നിർഭാഗ്യവശാൽ ഈ പോയ ആൾക്കാർ BJPയെ എതിർക്കുകയോ അല്ലെങ്കിൽ NDA ഗവൺമെൻറ് എടുത്ത നയത്തിനോ ഒന്നും എതിർക്കാൻ തയ്യാറായില്ല. അവിടെ എതിർത്തത് ഒരാൾ മാത്രമായിരുന്നു പാർലമെൻറ്റിനകത്ത്, ആരിഫ് ആരിഫാണ്. രാജ്യസഭയിൽ ഇളമരം കരീം, ജോൺ ബ്രിട്ടാസ്, ഇപ്പോൾ റഹീം അടക്കമുള്ള രാജ്യസഭയിലെ അംഗങ്ങൾ ആ റോൾ ഏറ്റെടുത്ത് നിർവഹിച്ചു. ഇപ്പോൾ ജനം ഒരു കാഴ്ച കാണുകയാണ്. എന്താണ്? BJPയെ ശക്തമായി എതിർക്കുവാൻ കോൺഗ്രസിനോ UDFനോ കഴിയുന്നില്ല. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട വിട്ട ആളുകൾ അല്ലെങ്കിൽ പാർലമെൻറ്റ് അംഗങ്ങൾ അവിടെ പല ഘട്ടങ്ങളിലും ലോക്സഭയിൽ നിശബ്ദത പാലിച്ചിരുന്നു. അതാണ് ഏറ്റവും വലിയ അവർക്ക് തിരിച്ചടിയായി ഈ ഇലക്ഷനിൽ വരുന്ന ചർച്ച അതാണ്. കാരണം ഇങ്ങനൊരു ശക്തമായൊരു ബ്ലോക്കിനെ കേരളത്തിൽ നിന്ന് വിട്ടിട്ട് കേരളത്തിനോടുള്ള പ്രതിലോമകരമായ നിലപാട് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നുണ്ട്. കാര്യം കേരളം ഇടതുപക്ഷം ഭരിക്കുന്നു. BJP ഗവൺമെൻറ്റിനെയും BJPയെയും വിമർശിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു ബദൽ ഉയർത്തിക്കൊണ്ട് തൊഴിലാളികൾക്കും സാമാന്യ ജനങ്ങൾക്കും സാമാന്യന ആശ്വാസം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്. അപ്പോൾ അത് BJPയുടെ നയത്തിനെതിരായ ഒരു ബദലായി ഇന്ത്യയിൽ ഉയർന്നു നിൽക്കുന്നു. അങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ പ്രതിരോധത്തിലാക്കി ക്ഷേമ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കണം, ക്ഷേമ പെൻഷൻ അടക്കം കൊടുക്കുന്ന മുടക്കണം എന്ന നിലയിൽ സാമ്പത്തിക രംഗത്തടക്കം എടുത്ത സമീപനത്തിലും മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള സമീപനത്തിലുമൊക്കെ ഏറ്റവും അവസാനം CAA അത് അടക്കമുള്ള ചട്ടം രൂപപ്പെടുന്ന അടക്കമെടുത്ത കാര്യങ്ങളിൽ ഇവർ നിശബ്ദരാകുകയോ അല്ലെങ്കിൽ പരോക്ഷമായി BJPയെ പിന്തുണയ്ക്കുകയോ ചെയ്യും. ഇത് കേരളത്തിലെ ജനങ്ങളുടെ ചർച്ചയാണ്. അതാണ് ലാലു പറഞ്ഞ 2004 സമാനമായ സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിലെ വോട്ടേഴ്സ് അല്ലെങ്കിൽ ജനങ്ങൾ അങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നത്. അപ്പോഴാണ് നമ്മൾ മലപ്പുറത്തെ വിശേഷത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. മലപ്പുറം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്കാലവും ലീഗിനോടൊപ്പം നിന്നാണ്. UDF എന്ന് പറയാൻ കഴിയില്ലത് മുസ്ലിം ലീഗിൻ്റെ കുത്തക മണ്ഡലങ്ങളാണ്. പക്ഷേ മുസ്ലിം ലീഗ് എക്കാലവും UDFൻ്റെ ഒരു പ്രബല ഘടകകക്ഷിയായതുകൊണ്ട് തന്നെ UDFൻ്റെ ആയി മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് പരിശോധിച്ചാൽ കാണാം. മലപ്പുറത്ത് 2009 ഈ അഹമ്മദ് ജയിക്കുകയാണ്. 2014 അഹമ്മദ് തന്നെ ജയിക്കുന്നു. 2017 അദ്ദേഹം അന്തരിക്കുന്നു. 2017 അന്തരിക്കുന്ന സമയത്ത് PK കുഞ്ഞാലിക്കുട്ടി മത്സര രംഗത്തേക്ക് വരികയായിരുന്നു ലോക്സഭയിൽ. PK കുഞ്ഞാലിക്കുട്ടി ജയിക്കുന്നു. അതിനുശേഷം 2019 ലോക്സഭ ഇലക്ഷനിലും PK കുഞ്ഞാലിക്കുട്ടി ജയിക്കുകയാണ്. എന്നാൽ 2021 കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം
ലോക്സഭയിൽ നിന്നും മാറി നിയമസഭയിലേക്ക് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി മലപ്പുറത്ത് ബൈ ഇലക്ഷൻ വേണ്ടി വന്നു. ആ ബൈ ഇലക്ഷനിൽ അബ്ദുൾ സമദാനി അവിടെ മത്സരിക്കുകയും ജയിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മലപ്പുറത്തിൻ്റെ ഒരു സ്ഥിതി. അപ്പോൾ മലപ്പുറത്ത് ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥികളായിട്ട് വന്നേക്കുന്നത് ഇ ടി മുഹമ്മദ് ബഷീറാണ്. ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ തുടർച്ചയായി ജയിച്ചു വരികയായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ചേർത്ത് തന്നെ പൊന്നാനിയും പറയേണ്ടതുണ്ടല്ലോ. പൊന്നാനി ഈ 2009, 2019 ഒക്കെ ഇ ടി മുഹമ്മദ് ബഷീർ ജയിച്ചു വരികയും ഇപ്പോൾ ഒരു മുസ്ലിം ലീഗിനടക്കമുള്ള ആളുകൾക്കൊരു ആശങ്ക വരുന്നുണ്ട്. വസ്തുത ഏതാണ്? കാരണം മുസ്ലിം മൈനോറിറ്റിയിലടക്കം ലീഗ് അടക്കമുള്ളവർ ഇക്കാര്യത്തിലെടുത്ത നിലപാടുകൾ ശരിയല്ലെന്നും ആ വിഭാഗത്തിലെ പുതിയ തലമുറ, വിദ്യാർത്ഥികൾ, യുവജനങ്ങളായിട്ടുള്ള പുതിയ തലമുറ ലീഗിൻ്റെ ആ കുത്തക രീതിയിൽ നിന്ന് മാറി ചിന്തിച്ചു തുടങ്ങുന്നു. ഇവരെ കൊണ്ട് ഈ വിഷയങ്ങളൊന്നും സംരക്ഷിക്കാൻ കഴിയില്ല. ശക്തമായ ഒരു ഇടതുപക്ഷത്തിന് മാത്രമേ തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുവാനും ഇന്ത്യയെ സംരക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ ഭരണഘടന സംരക്ഷിക്കുവാനും മതേതരത്വം സംരക്ഷിക്കാനും കഴിയുമെന്ന് മൈനോറിറ്റിയിലെ, മുസ്ലിം മൈനോറിറ്റിയിലെ ഈ പറഞ്ഞ യുവാക്കളുടെ ഒരു തലമുറ, പുതിയ തലമുറ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയതിൻ്റെ ഭാഗമായി തന്നെ ലീഗിൻ്റെ കുത്തക നിൽക്കണമെന്ന് നിർബന്ധമില്ല. അതെ, ഒരു മാറ്റം സംഭവിച്ചുകൂടായില്ല. അതായത് മലപ്പുറവും പൊന്നാനിയും അടക്കം മാറ്റത്തിന് വിധേയമാകാം. ആ ആശങ്കയിൽ നിന്നാണ് ഇവിടെ മണ്ഡലം മാറി മത്സരിക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. കാര്യം ഇ ടി മുഹമ്മദ് ബഷീറിനെയും അബ്ദുൾ സമദാനിയെയും വച്ചു മാറുന്ന രൂപത്തിലേക്ക് ഇപ്പോൾ വന്നേക്കുകയാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ LDFൻ്റെ വസീഫും അതോടൊപ്പം തന്നെ KM ഹംസയും മത്സരിക്കുകയാണ്. KS ഹംസയും മത്സരിക്കുകയാണ്. പിന്നെ BJPയുടെ നിവേദിത സുബ്രഹ്മണ്യനും അബ്ദുൾ സലാമും മത്സരിക്കുകയാണ്. ആ വിഷയത്തിലേക്ക് നമുക്ക് കൺക്ലൂഷനിലേക്ക് വിശദമായി പറയാം. ഇപ്പോൾ നമ്മൾ മാത്രം പറഞ്ഞല്ലല്ലോ പോകേണ്ടത്. നമുക്കിപ്പോൾ ആരോസ് ഇപ്പോൾ എടുക്കുന്ന സമീപനം ജനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡേറ്റ കളക്ട് ചെയ്ത്, സാമ്പിൾ കളക്ട് ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന അഭിപ്രായം രൂപീകരിക്കുന്നതോടൊപ്പം തന്നെ ആരോസിൻ്റെ ടീം ജനങ്ങളെ നേരിട്ട് കണ്ട് സ്വീകരിക്കുന്ന ജന അഭിപ്രായം കൂടെ എടുത്തിട്ടാണ് നമ്മൾ കൺക്ലൂഷൻ അവതരിപ്പിച്ചു വരുന്നത്. എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും, മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ പക്ഷപാതപരമായി തന്നെ എടുക്കുന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഏകദേശം ശരിയായ കാര്യമാണ് ജനങ്ങളിലെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനാഭിപ്രായം കേട്ടിട്ട് ഈ 2 ലോക്സഭാ മണ്ഡലത്തിലെയും മലപ്പുറത്തെയും പൊന്നാനിയിലെയും ജനങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകാം എന്ന് കരുതുകയാണ്. നമുക്ക് ആദ്യം മലപ്പുറം മണ്ഡലത്തിലെ ജനാഭിപ്രായം ഒന്ന് വീക്ഷിക്കാം. മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് വസീഫ് ജയിക്കണം, പരമാവധി കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്നാണ് ഇന്നത്തെ പുതിയ തലമുറേൻ്റെയും അതുപോലെ ഈ ജനതയുടെ ഒക്കെ ആഗ്രഹം. മറ്റൊന്നും കൊണ്ടല്ല, നമുക്കറിയാം ഇന്ന് ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നത്. ആ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ എന്താ പറയുക, പരിമിതികളില്ലാതെ ശബ്ദിക്കുന്നവരായിരിക്കണം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകേണ്ടത്. നമ്മൾ ഉദാഹരണങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും പരിമിതികളാണ് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നലെ ഇപ്പോൾ കോഴിക്കോട് നടന്ന റാലിയിൽ പോലും എന്താ പറയുക, ലീഗിൻ്റെ പതാക ഉപയോഗിക്കേണ്ട, വയനാടിൽ പങ്കെടുക്കുന്ന റാലികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടികളിൽ ലീഗിൻ്റെ പതാക ഉപയോഗിക്കുന്നില്ല. ലീഗിൻ്റെ പതാകയ്ക്ക് പച്ച നിറമായതുകൊണ്ട് തന്നെ എന്താ പറയുക, ബി ജെ പിയെ പ്രീണിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ BJP സർക്കാരിന് വേണ്ടി അടിയറവ് പറയുന്ന രീതിയിലാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും ഇന്ന് ലീഗും കോൺഗ്രസും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ടിന് വേണ്ടി സ്വന്തം പതാകയെ വരെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരം ആളുകൾ പാർലമെൻറ്റിൽ പോയിട്ട് എന്ത് ശബ്ദിക്കാനാണുള്ളത് ഇന്നത്തെ സമൂഹം ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നിലവിൽ ഇവിടെ ഇലക്ഷനിൽ ലോക്സഭാ മണ്ഡലത്തിൽ ആരായിരിക്കും വിജയിക്കുക എന്നാണ് നിങ്ങളൊരു LDF മലപ്പുറം മണ്ഡലം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ പറയുന്നത് ലീഗിൻ്റെ ഒരു കോട്ടയാണെന്നാണ്. അങ്ങനെ ആർക്കും കോട്ടയൊന്നുമില്ല. ഇവിടെ ആൾക്കാരല്ല വോട്ട് ചെയ്യണ്, ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. ഇവിടെ മലപ്പുറത്ത് അംസാക്ക വെച്ചില്ലേ, അതെങ്ങനെ അല്ലാത്ത വേറെ ഒരു ആളില്ല. അതിൽ ഈ പ്രാവശ്യം ഒരു സംശയം വേണ്ട. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ യുവത്വത്തിൻ്റെ പ്രതീകമായ വസീഫ് ഒരു 7000 വോട്ട് വിജയിച്ചിരിക്കും. അപ്പോൾ നമ്മൾ പറയും മലപ്പുറം മണ്ഡലം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ കോട്ടയാണെന്ന് പറയാം. അപ്പോൾ അവിടെ വസീഫ് ജയിക്കുന്നു പറയാൻ കാരണം ആ യുവത്വം എല്ലാവരും ആഗ്രഹിക്കേണ്ട ഇവിടെ ഈ മണ്ഡലത്തിൽ. അപ്പോൾ അതിലൊരു സംശയം വേണ്ട കേട്ടോ. ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇതുവരെ പടപൊരുതിയിട്ട് എല്ലാം നശിപ്പിക്കാത്തൊരു പാർട്ടിയുണ്ട്, ആ പാർട്ടി ജയിക്കണം. ഇതുവരെ നിലവിലുള്ള ഭരണം മോശമാണ്. അപ്പോൾ ഒരു പുതിയ പാർട്ടി വരണമെങ്കിൽ നമ്മൾ ആഗ്രഹം. അതിന് ആര് ജയിച്ചാലും നല്ലൊരു ഭരണം കാഴ്ച വെക്കുക. അത് UDF നമ്മൾ കാണാൻ സാധ്യത. വസീഫ് അല്ലാണ്ട് പിന്നെ ആരാണ്?
കോട്ടയാണ് കുത്തകയാണെന്നൊക്കെ പറഞ്ഞ സ്ഥലം അതൊക്കെ ജനങ്ങൾക്ക് മറിഞ്ഞില്ലേ മറിഞ്ഞ് നിൽക്കുകയാണ്. വസീഫാണെന്നുള്ളതാണ് ഒരു 40-50%. ഇവിടെ മുസ്ലിം ലീഗ് വിജയിക്കുള്ളൂ. LDF ആയിരിക്കും അധികം വരിക. അതാണ് സാധ്യത ഉള്ളത്. ഇവിടെ ET വേറെ പറയാമല്ലോ, ET തന്നെ ജയിക്കുള്ളൂ. വസീഫ് ജയിക്കണം, എന്നാലല്ലേ ഇവിടെ കുറച്ചും കൂടി മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നും ഒരേ ഏജിലുള്ള ആളെ നിർത്തിയാൽ എങ്ങനെ? കുറച്ച് യുവത്വം വന്നാൽ മാറ്റങ്ങൾ വരും. ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ്. വിജയം ജനങ്ങളായിമല്ല, അത്രേ പറയാൻ. മലപ്പുറം ഇപ്പം മാർക്സ് പാർട്ടി DF അതിന് കുറേ ആൾക്കാർ ഇപ്പം മാറി തുടങ്ങി. ലീഗിൽ തന്നെ ഇപ്പോൾ നമ്മളെ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളൊരു വിശ്വാസം LDF ഇവിടെ ജയിക്കുന്നതാണ്. ഇനി അടുത്ത് പൊന്നാനി മണ്ഡലത്തിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. പൊന്നാനി മണ്ഡലത്തിൽ ആരെ വിജയിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ ആരെ വിജയിക്കുന്നതാണ് നിങ്ങളൊരു ആഗ്രഹം? KSMസ ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ജയിക്കുന്നതന്നെ വിചാരിക്കുന്നു. അപ്പോൾ നിലവിലിപ്പോൾ UDFിൻ്റെ സ്ഥാനത്ത് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? നിലവിൽ സമദാനിനെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ശക്തമായിട്ടുള്ള ഒരു MP വിരുദ്ധ വികാരം ഉള്ളത് കൊണ്ടാണ് സമദാനിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുള്ളത്. അത് ജനങ്ങൾക്ക് മനസ്സിലാവും. ജനങ്ങൾ അതനുസരിച്ച് വിലയിരുത്തിക്കോളും ഇലക്ഷനിൽ. പൊന്നാനി മറ്റേ സമദാനി ഹംസയ്ക്കാണ് ഒരു റെൻ്റുള്ള ഇവിടെ. പ്രാവശ്യം പൊന്നാനി ഒരു അട്ടിമറിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹംസ ജയിക്കുന്നതാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട്. പൊന്നാനിയിൽ സമദാനി ജയിക്കും. ഞാനെന്താ പറഞ്ഞേ, ഞാൻ നാസ്കൃഷ്കാരനാണ്. ഞാൻ അയാൾ ജയിക്കാമെന്നാണ് എൻ്റെ അടുത്തുള്ളത്. ചുവന്ന വടി അങ്ങനെ എൻ്റെ മനസ്സിൽ. സമദാനി, അബ്ദുൾ സമദാനി സാധ്യത. പൊന്നാനിയിൽ LDF ജയിക്കും തീർച്ചയായും. അത് സംവിധാന സാഹിബിനെ വരുള്ളൂ. വൻ ഭൂരിപക്ഷം വരും. ഒരു എക്സ്ക്യൂസും ഇല്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. സംവിധാന സാഹിബ് വരും, സെറ്റാണ്. ആര് ജയിക്കും നമ്മൾ പ്രതീക്ഷയില്ല. ഇവിടെ ആകെ ജയിക്കൽ UDF ആണ് ജയിക്കൽ. ഇതുവരെ ജയിച്ച UDF ആണ് നമ്മൾ ഈ മണ്ഡലത്തിൽ. വേറെ ഒരു രാഷ്ട്രീയ പാർട്ടി ജയിച്ച് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ വികസനം കുറവാണ് പൊതുവെ. നിലവിലുള്ള MPയുടെ പ്രവർത്തനം വളരെ മോശമായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ മലപ്പുറത്ത് ഉണ്ടായിരുന്ന MPനെ പൊന്നാനിക്കും, പൊന്നാനിയുള്ള MPനെ മലപ്പുറത്തേക്ക് മാറ്റുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുക? അത് ഓരോ രാഷ്ട്രീയ തന്ത്രങ്ങളല്ലേ, പല കാര്യങ്ങളും ഒരു അങ്ങോട്ട് മാറ്റും ഇങ്ങോട്ട് മാറ്റും. ഓർക്ക് ജയിക്കാൻ ഒരു പല കളികൾ കളിക്കും. ഈ കാലം അത്ര ആരാ ഇവിടെ ജയിച്ചത്? മാറ്റം എല്ലാവർക്കും ഒരു ആഗ്രഹമാണ്. അത് അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. ഇപ്പം അല്ലാതെ ഈ കണ്ട കാലം മുതൽ വരെ UDF തന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്. ജയിക്കണവർ ചിലപ്പം ഭരിക്കും. അതന്നെ ആർക്കാണ് ഭൂരിപക്ഷം കിട്ടുന്നത് അവർ ജയിക്കും. ഞാനിൽ സാധാരണ ലീഗ് തന്നെയല്ലേ വിജയിക്കാറ്. ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ആരായിരിക്കും ഇവിടെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കാൻ സാധ്യത? ഇപ്പോൾ കാലങ്ങളോളമായിട്ടുള്ള ലീഗ് സ്ഥാനാർത്ഥിയെ ജയിക്കും. പക്ഷെ പ്രാവശ്യം ഒന്നും മാറ്റം വരണ്ടേ? കാലാകാലം ഇപ്പം അങ്ങനെ മാറ്റം വരും. UDF ആയിരിക്കും ഇലക്ഷന് ആരെ വിജയിക്കുക? അത് ഹംസ വിജയിക്കുന്നതാണ് പൊതുവെ പറഞ്ഞേക്കുന്നത്. സമദാനിൻ്റെ വാർഡാണ്. ഇപ്പോൾ ഹംസ ജയിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആര് ജയിച്ചാലും തന്നെ കേന്ദ്രത്തിൽ നിന്ന് അവർ മാറണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു തീരുമാനം. അതിനു വേണ്ടി എല്ലാവരും പ്രയത്നിക്കണം. അതാണ് നമ്മളെ അഭിപ്രായം, വേറെ ഒന്നുമില്ല. പാറസിൻ്റെ ടീം മലപ്പുറം മണ്ഡലത്തിലും പൊന്നാനി മണ്ഡലത്തിലും സഞ്ചരിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചു. അത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ ജനാഭിപ്രായം വീക്ഷിച്ചുകൊണ്ട് നമ്മളെങ്ങനെയാണ് നമ്മുടെ ഒരു കൺക്ലൂഷൻ? നമ്മൾ തുടക്കത്തിൽ ജനങ്ങളോട് ഷെയർ ചെയ്ത അഭിപ്രായം വളരെ പ്രസക്തമാണ് എന്ന് ജനാഭിപ്രായം കേൾക്കുമ്പോഴും മനസ്സിലാക്കുകയാണ്. കാര്യം മലപ്പുറത്തും പൊന്നാനിയിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. മുമ്പ് നമുക്ക് കോണി ചിഹ്നം കാണിച്ചാൽ വേറൊന്നും നോക്കേണ്ടതില്ല, വോട്ട് ചെയ്യും എന്ന് പറഞ്ഞ കാലം കഴിഞ്ഞുവെന്ന് അവിടെ മലപ്പുറത്തും പൊന്നാനിയിലും സാക്ഷ്യപ്പെടുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറും അതോടൊപ്പം തന്നെ വസീഫും ആരാണ് മുന്നിലെന്ന ഒരു ഓട്ട മത്സരത്തിൻ്റെ ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിജയം പ്രവചിക്കാൻ കഴിയാതെ നിൽക്കുന്നുണ്ട്. അവിടെ നമുക്ക് BJPയുടെ സ്ഥാനാർത്ഥി ഈ പിക്ചറിൽ വരുന്നതേ ഇല്ല. സാമാന്യം വോട്ട് പിടിക്കും. കാര്യം മലപ്പുറത്ത് അവർക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് ഉള്ളതൊക്കെ സംരക്ഷിച്ചു പോകും. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നത് മലപ്പുറം ഒരു ഓട്ട മത്സരം പോലെ നമുക്ക് ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് കിടക്കുന്നുവെന്നും ആരാണ് മുന്നിലെന്നുള്ള ഒരു തീർച്ചപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിലേക്ക് മത്സരം മാറിയിട്ടുണ്ട്. മുൻകാലത്തതുപോലെ അല്ല മലപ്പുറം. നമുക്ക് ഇലക്ഷൻ റിസൾട്ട് വരെ കാത്തിരിക്കേണ്ടി വരുന്നു എന്നാണ് മലപ്പുറത്തെക്കുറിച്ച് പറയാനുള്ളത്.
പൊന്നാനി സമാനമായ സ്ഥിതിയാണ്. പൊന്നാനിയിലെ KS ഹംസ അവിടെ പഴയ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടെയാണ്. മുസ്ലിം ലീഗിൽ നിന്ന് അദ്ദേഹം മാറുകയും ഇടതുപക്ഷ സഹയാത്രികനാകുകയും അതിനുശേഷം ഇപ്പോൾ CPIഎമ്മിൻ്റെ മുൻനിരയിലേക്ക് പ്രവർത്തനാകുകയും അവിടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ് ചെയ്തത്. അവിടെ ഈ പറഞ്ഞതുപോലെ അബ്ദുസമദ് സമദാനിയുമായി ഏറ്റുമുട്ടൽ. അബ്ദുസമദ് സമദാനി മോശമല്ല, വളരെ പാണ്ഡിത്യമുള്ള അല്ലെങ്കിൽ ഒക്കെ നിരവധിയായ എല്ലാ രംഗത്തും സാംസ്കാരികമായ രംഗത്തും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യനാണ്. അവിടെയും നമ്മൾ കാണുന്നത് പൊന്നാനിയിലും ഈ പറഞ്ഞൊരു നിലയിലാണ്. നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് നിൽക്കുന്നത്. അത് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്, ലാലു കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു സൂചിപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണ്ഡലത്തിലും ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് പോകുന്നു. ആരാണ് മുന്നിലെന്ന് നമുക്ക് നിശ്ചയിച്ച് പ്രവചിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണുള്ളത് എന്നാണ് എനിക്ക് ഇവിടെ പറയാൻ ഇപ്പോൾ കഴിയുന്നത്. നമ്മുടെ ഈ ജനാഭിപ്രായം വിശേഷം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, എക്കാലവും നമ്മൾ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ അതിനു മുന്നേ തന്നെ നമ്മൾ പ്രവചിക്കുന്നത് മലപ്പുറം ജില്ലയിൽ പൊന്നാനിയും മലപ്പുറവും എക്കാലവും മുസ്ലിം ലീഗിന് അനുകൂലമായ ഒരു നിലപാടെടുക്കുമെന്ന് തന്നെയാണ്. അതിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചപ്പോഴും LDFന് അനുകൂലമായ ഒരു അടിയൊഴുക്ക് ജനങ്ങളുടെ ഇടയിൽ കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ശക്തമായ ഒരു മത്സരമാണ് മലപ്പുറം ജില്ലയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൻ്റെ വിധിയെഴുത്ത് എന്താണെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.